കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സമയത്ത് ദ്രോണരെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതായത് ദ്രോണർ അങ്ങനെയൊന്നും തകരൂല എന്നുള്ളത് കൃഷ്ണനും അർജുനനൊക്കെ കൃത്യമായിട്ട് അർജുനന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്റെ ഗുരുവാണ്, ഞാൻ എങ്ങനെ ദ്രോണരെ കൊല്ലും, ഈ ദ്രോണരെ തകർക്കണം. അപ്പൊ ഒരു കള്ളം പറയണം അവിടെ. അപ്പൊ ഈ ദ്രോണരാണെങ്കിൽ കള്ളം പറയുമ്പോ ഇന്നാള് കള്ളം പറയില്ല എന്നുള്ളൊരു വിശ്വാസം വരണ്ടേ. അപ്പൊ യുധിഷ്ഠിരൻ ഒരിക്കലും കള്ളം പറയില്ല, മാത്രമേ പറയൂ. അപ്പൊ യുധിഷ്ഠിരനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചാൽ മാത്രമേ. പിന്നെ മാത്രമല്ല ഈ ദ്രോണരുടെ മകനുണ്ട് അശ്വത്ഥമാവ്. അശ്വത്ഥമാവിന് എന്തെങ്കിലും പറ്റിയ ദ്രോണര് വീണ് മാനസികമായിട്ട് തകരും. അപ്പൊ ഇതാണ് ഇവരുടെ ഐഡിയ. അപ്പൊ കൃഷ്ണൻ യുധിഷ്ഠിരനെ കൊണ്ട് കള്ളം പറയിപ്പിക്കണം. പക്ഷെ യുധിഷ്ഠിരൻ പറയും ഞാൻ കള്ളം പറയില്ല, ഞാനോ കള്ളം പറയാനോ എന്നൊക്കെ യുധിഷ്ഠിരൻ പറയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. എന്നാ കള്ളം പറയണ്ട, സത്യം പറഞ്ഞാൽ മതി. അപ്പൊ ഇവരുടെ ഇതിലൊരു ആനയുണ്ട്, അശ്വത്ഥമാവെന്ന് പേരില്ല, ആനേനെ കൊല്ലും. എന്നിട്ട് പറയും അശ്വത്ഥാമ ഹത അഭി കുഞ്ചര എന്ന് പറയാൻ. അശ്വത്ഥാമ ഹത എന്നുള്ളത് ഉറക്കെ പറയാൻ, അഭി കുഞ്ചര ആനയാണ് എന്നാണ്. അതായത് അശ്വത്ഥാമാവിന്റെ കഥ കഴിഞ്ഞ് മരിച്ചു എന്നാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് അഭി കുഞ്ചര പറഞ്ഞാൽ അത് ആനയാണെന്നാ പറയുന്നത്. അത് മെല്ലെ പറഞ്ഞു, കള്ളമാവില്ല, കാര്യം നടക്കുകയും ചെയ്യും. ഇത് ദ്രോണര് കേട്ടിട്ട് മാനസികമായി തകർന്ന ആയുധം താഴെ വെക്കുമ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ അന്നേ ഈ പരിപാടി ഉണ്ട്.